യുകെയിലെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തതിനു ശേഷം നിരവധി ഇന്റർവ്യൂസാണ് ഗവൺമെന്റ് അതോറിറ്റീസുമായി ഇപ്പോൾ മീഡിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഹോം സെക്രട്ടറി യുഎർ കൂപ്പർ ഉൾപ്പെടെയുള്ളവർ ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിനു ശേഷം ധാരാളം പുതിയ അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. എന്താണ് യുകെയിലെ സാഹചര്യങ്ങൾ, ആർക്കൊക്കെയാണ് PR ലഭിക്കുന്നതിന് 10 വർഷക്കാലം കാത്തിരിക്കേണ്ടത്, എന്തൊക്കെ കർശന നിയമങ്ങളാണ് ഗവൺമെന്റ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്, യുകെയിൽ ഓൾറെഡി വന്നിട്ടുള്ളവരെയും നിയമങ്ങൾ ബാധിക്കുമോ, ഇതിനൊക്കെ കൃത്യമായ ക്ലാരിഫിക്കേഷനും ഇപ്പോൾ ഗവൺമെന്റ് നൽകിയിരിക്കുന്നു. 2020 മുതൽ യുകെയിലെത്തി 15 ലക്ഷം പേർക്ക് PR ലഭിക്കുന്നതിന് 10 വർഷക്കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് യുകെയിലെ ലീഡിംഗ് മീഡിയകളായ BBC, ഗാർഡിയൻ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ. കഴിഞ്ഞ ദിവസം ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തതിനു ശേഷം പ്രധാനമന്ത്രി, ഇമിഗ്രേഷൻ മിനിസ്റ്റർ, ഹോം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നൽകിയ വിശദീകരണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. 2020 മുതൽ യുകെയിലെത്തിയിരിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്ക് PR ലഭിക്കാൻ 10 വർഷക്കാലമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്ന റിപ്പോർട്ടുകൾ എത്തുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പേർക്ക് വലിയ ആശങ്കകൾ തന്നെയാണ് നൽകുന്നത്. യുകെയിൽ ശക്തമായ കുടിയേറ്റ നിയമങ്ങൾ വേണമെന്ന് രാജ്യമൊട്ടാകെ പ്രചരണം നടത്തിയ തീവ്ര നിലപാടുള്ള പാർട്ടിയാണ് റീഫോം. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ അവതരിപ്പിച്ച പുതിയ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന് ശേഷം റീഫോം പാർട്ടി നേതാവും MPയുമായ നൈജൽ ഫറാഷ് നടത്തിയ പ്രസ്താവനകൾ ഇപ്പോൾ യുകെയിൽ നിലനിൽക്കുന്ന കുടിയേറ്റ നിയമങ്ങൾ രാജ്യത്തെ അപകടത്തിലോട്ട് നയിക്കുന്നവയാണെന്നും വിസ നിയമങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ച് ക്രിമിനൽ സംഘങ്ങൾ രാജ്യത്തേക്ക് കടന്നു കയറുന്നുവെന്നുമാണ്. യുകെയിൽ ഷോർട്ടേജ് അനുഭവപ്പെടുന്ന ജോലികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ജോലിക്കാരെ കൊണ്ടുവരാമെങ്കിലും യുകെയിൽ ലോങ് ടൈം സ്റ്റേ ചെയ്യാനുള്ള അനുമതി നൽകരുത് എന്ന നിർദ്ദേശവും അദ്ദേഹം നൽകുന്നു. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ യുകെയിലെ വിവിധ GPകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 72 ലക്ഷം വിദേശ രാജ്യക്കാർ. ജോലിക്കായും പഠിക്കാനുമായി എത്തിയവരിൽ നല്ലൊരു ശതമാനം പേരും PR ലഭിച്ചതിനു ശേഷം ജോലിയൊന്നും ചെയ്യാതെ ഗവൺമെന്റ് ബെനിഫിറ്റുകൾ നേടുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. യുകെയിൽ ജെന്യൂനായി വർക്ക് ചെയ്യാനും പഠിക്കാനും എത്തുന്നവർക്ക് അവസരം നൽകുന്നതിന് പകരം രാജ്യത്തിന് പ്രയോജനകരമല്ലാത്ത മൈഗ്രേഷൻ വേണ്ട എന്ന അഭിപ്രായമാണ് പാർട്ടി ഉയർത്തി കാണിക്കുന്നത്. യുകെയിൽ പുതിയ നിയമങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാറില്ലെങ്കിലും ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അനുസരിച്ച് യുകെയിൽ ഓൾറെഡി വന്നിട്ടുള്ളവരെയും ബാധിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും നിയമമെന്ന പ്രസ്താവനകൾ ഗവൺമെന്റ് നൽകി കഴിഞ്ഞു. 20 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ താമസിക്കുന്ന രാജ്യമാണ് യുകെ. അതുകൊണ്ട് തന്നെ വിസ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യയിൽ നിന്നും യുകെയിലെത്തിയവരെ, സ്റ്റുഡൻസിനെയും കെയർ അസിസ്റ്റന്റുമാരെയും മാത്രമല്ല യുകെയിൽ വർക്ക് വിസകളിൽ കഴിയുന്ന എല്ലാവരെയും ബാധിക്കുന്ന നിയമങ്ങൾ തന്നെയാണ് ഗവൺമെന്റ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ചില കാറ്റഗറികൾക്ക് എക്സെപ്ഷൻ നൽകുമെന്ന് ഗവൺമെന്റ് പറയുമ്പോഴും അവ ഏതൊക്കെയെന്നും എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയ എന്നും കൃത്യമായി പറയണമെന്ന ആവശ്യവും ഇപ്പോഴുണ്ടായിരിക്കുന്നു. അത് താമസിയാതെ പബ്ലിഷ് ചെയ്യുമെന്ന് ഗവൺമെന്റ് പ്രസ്താവന നൽകുകയും ചെയ്തു. ഹോം സെക്രട്ടറി നൽകിയ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടേഴ്സ്, ഡിഫൻസ് ഉൾപ്പെടെയുള്ള കാറ്റഗറികളിൽ ജോലി ചെയ്യുന്നവർക്ക് പരിഗണന നൽകേണ്ടത് അത്യാവശ്യമാണെന്നും എന്നാൽ ഏതൊക്കെ കാറ്റഗറികൾക്ക് നേരത്തെ PR നൽകുമെന്ന് ഇപ്പോൾ പറയാൻ അവർ തയ്യാറായുമില്ല. യുകെയിൽ ഇപ്പോൾ ഡോക്ടർമാരുടെ വലിയ ഷോർട്ടേജ് ആണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിനെ രാജ്യത്തിന് ആവശ്യമാണെന്നും അവർ നേരത്തെ PR ലഭിക്കുന്നതിന് അർഹരാണ് എന്ന പ്രസ്താവനയും ഹോം സെക്രട്ടറി നൽകി. അതേസമയം തന്നെ കെയറർമാർ ഉൾപ്പെടെയുള്ളവരെ പരിഗണിക്കില്ലേ എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന ഉത്തരം ഇപ്പോൾ യുകെയിലോട്ട് നിരവധി കെയർ അസിസ്റ്റന്റുമാർ എത്തിയിട്ടുണ്ടെന്നും അവർ രാജ്യത്തിന് നൽകുന്നത് വലിയ സംഭാവനകളാണെന്നും അവരുടെ പ്രവർത്തനങ്ങളെ തീർച്ചയായും അപ്രീഷിയേറ്റ് ചെയ്യുന്നുവെന്നും എന്നാൽ അൺസ്കിൽഡ് ജോലികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് നമുക്ക് ആവശ്യമില്ലെന്നും യുകെയിലുള്ളവർ ജോലി ചെയ്യാൻ തയ്യാറാവുകയും ഇത്തരം ജോലികളിലോട്ട് രാജ്യത്ത് ജോലിയില്ലാതെ കഴിയുന്നവർ കടന്നു വരണമെന്നുമാണ്. ഇപ്പോൾ വലിയ ഷോർട്ടേജ് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണല്ലോ കെയർ അസിസ്റ്റന്റ് മേഖല. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റുകൾ നിർത്തുന്നതും അവർക്ക് ആനുകൂല്യങ്ങൾ നൽകാത്തതും പ്രതിസന്ധിയാകില്ലേ എന്ന ചോദ്യത്തിന് കെയർ അസിസ്റ്റന്റ് വിസ ഇളവുകൾ നൽകുന്നതിന് മുൻപും രാജ്യത്ത് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അന്ന് വലിയ ക്രൈസിസുകളില്ലാതെ എങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത് എന്ന മറുചോദ്യമാണ് അവർ നൽകിയിരിക്കുന്നത്. യുകെയിൽ ട്രെയിനിങ് നൽകി പരമാവധി വരെ ജോലികളിലോട്ട് എത്തിക്കുക, അതിനേക്കാൾ എളുപ്പമുള്ള വഴിയാണ് വിദേശ റിക്രൂട്ട്മെന്റ് എങ്കിൽ ആ ഒരു രീതിയല്ല സ്വീകരിക്കേണ്ടതെന്നും അത് രാജ്യത്തിന് ദോഷകരമെന്ന അഭിപ്രായവും അവർ പങ്കുവച്ചിരിക്കുന്നു. യുകെയിൽ ട്രെയിനിങ് നൽകാൻ എല്ലാ കമ്പനികളും തയ്യാറായി യു.കെയിൽ ജോലി ചെയ്യാതെ കഴിയുന്നവരെ വിവിധ ജോലികളിലോട്ട് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവുക എന്ന പ്രസ്താവനയും അവർ നൽകുന്നു. 2020 മുതൽ യു.കെയിലെത്തിയ 1.5 മില്യൺ പേർ PR ലഭിക്കുന്നതിന് 10 വർഷക്കാലം കാത്തിരിക്കണമെന്ന നിയമം രാജ്യത്തെ വിവിധ കോണുകളിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സമ്മിശ്ര പ്രതികരണങ്ങളുമാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു വിഭാഗം ഇതിലും കർശനമായ നിയമങ്ങളാണ് രാജ്യത്ത് വേണ്ടതെന്ന അഭിപ്രായവുമായി വരുമ്പോൾ ഇത്തരം നിയമങ്ങൾ രാജ്യത്തെ ബിസിനസ് മേഖലയ്ക്കും കെയർ സെക്ടറിനെയും തകർക്കുമെന്ന അഭിപ്രായവും ഒരു വിഭാഗം പങ്കുവയ്ക്കുന്നു. രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് വലിയ ഷോർട്ടേജ് ആണെന്നും കെയർ ഹോമുകൾക്ക് വിദേശ റിക്രൂട്ട്മെന്റുകൾ നടത്താനാകാത്ത നിലയിലോട്ട് നിയമങ്ങൾ മാറുന്നത് വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും കെയർ മേഖലയ്ക്ക് നൽകുന്നത് എന്ന അഭിപ്രായവും ഉണ്ടായി. എന്നാൽ രാജ്യത്തെ മൈഗ്രേഷൻ കുറയ്ക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അത് നടപ്പാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലൂടെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്ന പ്രസ്താവനയും ഗവൺമെന്റ് നൽകുന്നു. ഇലക്ഷന് മുൻപ് രാജ്യത്ത് വലിയ മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് ലേബർ. അധികാരത്തിലെത്തിയതിനു ശേഷം പ്രോമിസുകളിൽ നിന്നും പിന്മാറാനാകില്ലെന്നും അതുകൊണ്ട് തന്നെ
തന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന ക്രിമിനൽ കേസുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ക്രിമിനൽ സംഘങ്ങളെയും മനുഷ്യക്കടത്ത് സംഘങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന കണക്കുകളും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. ലേബർ ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിനു ശേഷം 24,000-ലധികം പേരെയാണ് വിവിധ രാജ്യങ്ങളിലോട്ട് ഡീപ്പോർട്ട് ചെയ്തത്. അതുകൂടാതെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് UK-യിൽ തുടരാൻ കഴിയാത്ത നിയമങ്ങളും ഗവൺമെന്റ് കൊണ്ടുവരുന്നു. ഫാസ്റ്റ് ഡീപ്പോർട്ടേഷൻ സിസ്റ്റത്തിലൂടെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരെ തിരിച്ചയക്കാനുള്ള നടപടികൾക്കും തുടക്കമാകും. ഇപ്പോൾ രാജ്യത്തെ ജയിലുകളിൽ സ്ഥലമില്ലാതായിരിക്കുന്നു. 99% സ്പേസുകളും ഫുള്ളായിരിക്കുന്നു. എന്തിനാണ് UK-യിലെ ജയിലുകളിൽ വിദേശ രാജ്യക്കാരായ ക്രിമിനലുകളെ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന ചോദ്യവും MP-മാർ നൽകുന്നു. അവരെ നേരത്തെ റിലീസ് ചെയ്യുകയും ഫാസ്റ്റായി ഡീപ്പോർട്ട് ചെയ്യുകയും വേണമെന്ന ആവശ്യവും ഉണ്ടായിരിക്കുന്നു. 3 പുതിയ ജയിലുകൾ നിർമ്മിക്കാൻ ഗവൺമെന്റ് അടിയന്തര പ്ലാനുകൾ തയ്യാറാക്കിയെങ്കിലും രാജ്യത്തെ ക്രിമിനൽ കേസുകൾ കുറയ്ക്കുകയാണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്ന അഭിപ്രായത്തിലോട്ടും എത്തുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് UK-യിൽ PR ലഭിക്കുക എന്നുള്ളത് അസാധ്യമായി മാറും. ഓരോ വിസ ആപ്ലിക്കേഷനുകളിലും കാൻഡിഡേറ്റ്സിന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രം വിസ നൽകുകയും PR ആപ്ലിക്കേഷനുകളിലും ഈ ഒരു കർശന പരിശോധന നടത്തണമെന്ന നിർദ്ദേശവും ഹോം ഓഫീസിന് നൽകിയിരിക്കുന്നു. പുതിയ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമർ പറഞ്ഞത് ഇതൊരു ഐലൻഡ് ഓഫ് സ്ട്രേഞ്ചേഴ്സ് ആയി രാജ്യം മാറുന്നു എന്ന പ്രസ്താവന പിന്നീട് വിവാദമാവുകയും ചെയ്തു. അതേക്കുറിച്ച് ഹോം സെക്രട്ടറി നൽകിയിരിക്കുന്ന വിശദീകരണം ഇംഗ്ലീഷ് അറിയാത്തവർ രാജ്യത്തോട്ട് എത്തുന്നുവെന്നും UK-യിൽ എത്തുന്നവർ മറ്റു ഭാഷകൾ സംസാരിക്കുന്നതല്ല പ്രധാനമന്ത്രി ഉദ്ദേശിച്ചതെന്നും മൈഗ്രേഷൻ കൂടുന്നതിനെ പൊതുവായി വിലയിരുത്തുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ എന്ന പ്രസ്താവനയും ഹോം സെക്രട്ടറി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ കുറെ കാലമായി പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് മൈഗ്രേഷൻ കുറയ്ക്കണമെന്നുള്ളത്. എന്നാൽ മുൻ ഗവൺമെന്റുകൾ, പ്രത്യേകിച്ചും കൺസർവേറ്റീവ് പാർട്ടി, മൃദു സമീപനമാണ് കുടിയേറ്റ നിയമങ്ങളിൽ കൊണ്ടുവന്നത്. ഇത് രാജ്യത്തെ മൈഗ്രേഷൻ സിസ്റ്റം കുത്തഴിഞ്ഞതാക്കി മാറ്റി. ഇത് ശരിയാക്കണമെങ്കിൽ കർശന നടപടികളില്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന പ്രസ്താവന പ്രധാനമന്ത്രി നൽകുന്നു. എന്നാൽ റീഫോം പാർട്ടി മുന്നോട്ട് വെച്ച പോയിന്റുകളെല്ലാം അതേപടി കോപ്പിയടിക്കുകയാണ് ലേബർ പാർട്ടി ചെയ്തത് എന്ന വിമർശനം പ്രതിപക്ഷ പാർട്ടികളും കൊണ്ടുവരുന്നു. UK-യിലെ പല വിസ കാറ്റഗറികളിലും വലിയ ഇളവുകൾ നൽകുന്ന ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് ഗവൺമെന്റ് അബോളിഷ് ചെയ്തിരുന്നു. ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് പകരമായി കൊണ്ടുവന്നു. അതിലെ 180 ജോബ് കാറ്റഗറികൾ അബോളിഷ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ കൂടിയാണ് ഗവൺമെന്റ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഇത് ഒരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറാണ്. ഇനി നടപ്പാക്കാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും അധികം താമസമില്ലാതെ തന്നെ നിലവിൽ വരുന്ന റൂളുകളായിരിക്കും ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലൂടെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. MP-മാരും പ്രതിപക്ഷ പാർട്ടികളും മൈഗ്രേഷൻ കുറയ്ക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും ഇതിലെ റൂളുകൾ നടപ്പാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൂടിയാണ് ലേബർ ഗവൺമെന്റ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. രാജ്യത്ത് നിലനിൽക്കുന്നത് വലിയ ക്രൈസിസുകളാണെന്നും അക്കോമഡേഷന്റെ കാര്യത്തിൽ മാത്രമല്ല, വീടുകളുടെ ലഭ്യതക്കുറവ് മാത്രമല്ല, മറ്റ് പബ്ലിക് സർവീസുകളെല്ലാം ഡിലേ ആകുന്നതിന് മൈഗ്രേഷൻ കാരണമായെന്നും ഗവൺമെന്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെയധികം തുക ബെനിഫിറ്റുകൾക്കായി നൽകേണ്ട സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്ന കണക്കുകളും അവർ അവതരിപ്പിച്ചിരിക്കുന്നു. UK-യിൽ വർക്ക് വിസകളിൽ എത്തുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ വാങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ അവർക്ക് PR നൽകാത്ത നിയമങ്ങൾ കൂടിയാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ വാർത്തകളെല്ലാം എവിഡൻസ് ബേസ്ഡാണ്. വാർത്തകൾ വളച്ചൊടിച്ച് നൽകുന്ന രീതി നമ്മുടെ ചാനലിലില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് UK ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളിൽ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസുകൾ അപ്പോൾ തന്നെ നമ്മുടെ ചാനലിലുണ്ടാകും. UK-യിലെ PR നിയമങ്ങൾ ചേഞ്ച് ചെയ്യുന്നു എന്ന വാർത്ത ആദ്യമായി മലയാളത്തിൽ പബ്ലിഷ് ചെയ്തത് നമ്മുടെ ചാനലാണ്. ഒരാഴ്ച മുൻപ് നമ്മൾ ഇത് പബ്ലിഷ് ചെയ്തിരുന്നു. ഗവൺമെന്റ് പ്ലാനുകൾ ലീക്ക് ഔട്ട് ആയ ഉടൻ തന്നെ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചിരുന്നതുമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഇമിഗ്രേഷൻ സ്പെഷ്യലിസ്റ്റും സോളിസിറ്ററും അടുത്ത വീഡിയോയിൽ അതിന് മറുപടി നൽകും. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇമിഗ്രേഷൻ സോളിസിറ്റർ നൽകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. UK-യിൽ നടപ്പാക്കാൻ പോകുന്ന നിയമങ്ങൾ അത് വളച്ചൊടിക്കാതെ കൃത്യമായി തന്നെ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ധാരാളം പുതിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇമിഗ്രേഷൻ രംഗത്ത് വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഗവൺമെന്റ് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.